ഹായ് മക്കളെ, അൻമോ സാറാണ്. എടാ, നാളെ നടക്കുന്ന മോഡൽ എക്സാമിന് നിങ്ങൾ ഈ ചോദ്യങ്ങൾ പഠിക്കാതെ പോകരുത്. കാരണം ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. പഠിക്കാതെ നിങ്ങൾ എന്തിനു പോകരുത്? നമ്മുടെ നാളത്തെ മോഡൽ എക്സാമിന് പോകാൻ പാടില്ല. പോയാൽ നിങ്ങൾക്ക് നഷ്ടമാകുന്നത് ഏകദേശം 20 മാർക്കോളമാണ്. എന്തായാലും നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ആ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഏതെല്ലാമാണ്? ഓക്കെ, അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ആപ്പിലും കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ RMS ബാച്ച് 500ൻ്റെ RMS ബാച്ചിലേക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്തോളുക. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണെടാ. 5th term of an arithmetic sequence is 23 and 9th term is 39. Find first term, find 13th term, find 21st term. ഒരു സമാന്തര ശ്രേണിയിലെ 5ാം പദം 23ഉം 5ാം പദം 23ഉം 9ാം പദം 39 ഒന്നാം പദം കാണണം, 13ാം പദം കാണണം, 21ാം പദം കാണണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കുക. x5 എന്ന് പറയുന്നത് 23ഉം x9 എന്ന് പറയുന്നത് 39ഉം ആണെങ്കിൽ ശ്രദ്ധിക്കുക മക്കളെ, 5ൽ നിന്ന് 9ലേക്ക് വരുമ്പോൾ 4 കൂടുന്നു. അപ്പോൾ ഇവിടെ കൂടുന്നത് 16ആണ്. അപ്പോൾ x1 എന്ന് പറയുമ്പോൾ 4 കുറയാണ്. അപ്പോൾ എത്ര കുറയണം? 16 കുറയണം. സോ x1 ഈസ് ഈക്വൽ ടു 23 മൈനസ് 16, ദാറ്റ് ഈസ് ഈക്വൽ ടു 7. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്താണ് എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ കേസ് 13ാം പദം എന്താണ് എന്നാണ്. x13 സമം x13 എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? x13 ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ 9നോട് 4 കൂടുകയാണ്. അപ്പോൾ 39നോട് എത്ര കൂട്ടിയാൽ മതി? 16 കൂട്ടിയാൽ മതി. സോ 39 പ്ലസ് 16, ആൻസർ എത്ര കിട്ടടാ? 55 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x21 ആണ്. x21 എന്ന് പറയുമ്പോൾ നമ്മുടെ 13ാം പദത്തിൻ്റെ കൂടെ 8 കൂടുന്നതാണ്. ഓക്കെ, 8D ആണ് കൂടുന്നത്. അപ്പോൾ മക്കൾ ഇങ്ങനെ ആലോചിച്ചോളുക. 4 കൂടുമ്പോൾ 16 ആണെങ്കിൽ 8 കൂടുമ്പോൾ 13നോട് 8 അല്ല 21, 8 കൂടുമ്പോൾ 32 കൂടണം. ദാറ്റ് ഈസ് 55 പ്ലസ് 32, ആൻസർ വരിക 87. ആൻസർ എന്ത് കിട്ടും? 87. ഈ ചോദ്യം സമാന്തര ശ്രേണിയിൽ നിന്ന് നമ്മുടെ പുതിയ സിലബസിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്തായാലും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തേത് എന്ന് പറയുന്നത് സർക്കിൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് സൈക്ലിക് കോർഡിലേറ്റർ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്നത്, ചക്രീയ ചതുർഭുജം എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന ചോദ്യമാണ്. ഈ ചോദ്യം ഇത് തെളിയിക്കാൻ വേണ്ടിയാണ്, തെളിയിക്കാനുള്ള ചോദ്യത്തിൻ്റെ അകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, തെളിയിക്കാൻ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ P, ഇവിടെ Q, ഇവിടെ R, ഇവിടെ S എടുത്തു കഴിഞ്ഞാൽ മക്കൾ ഇങ്ങനെ മാത്രം എടുക്കുക. ഇത് X ആണെങ്കിൽ എടാ ഇവിടെ വരുന്ന ആംഗിൾ 180 മൈനസ് X ആയിരിക്കും. അപ്പോൾ നേരെ ഇപ്പുറം വരുന്ന ആംഗിൾ X ആയിരിക്കും. ഇത് X ആണെങ്കിൽ ഇവിടെ വരുന്ന ആംഗിൾ 180 മൈനസ് X. അപ്പോൾ ഇപ്പുറം വരിക X, അപ്പോൾ ഇവിടെ വരിക എന്താ? 180 മൈനസ് X. അപ്പോൾ ആംഗിൾ A എന്ന് പറയുന്നത് Xും ആംഗിൾ C എന്ന് പറയുന്നത് 180 മൈനസ് Xും ആകുമ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 180 ആണ്. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറയുന്നത് എന്താണ്? 180 ആണ്. അങ്ങനെ വരുമ്പോൾ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സമ്മ് 180 ആയതുകൊണ്ട് അതെന്താണെടാ? സൈക്ലിക് ആണ്. എതിർ കോണുകളുടെ തുക 180 ആണെങ്കിൽ അതെന്താണ്? ചക്രീയ ചതുർഭുജമാണ്. ഹെൻസ് ദ പ്രൂഫ്. ഇങ്ങനെയാണ് തെളിയിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. 2 ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ ഏത് ചാപ്റ്ററിൻ്റെ അകത്തുനിന്ന്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിൻ്റെ അകത്തുനിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾ ഓഫ് 6 ഈസ് 720. വാട്ട് ആർ ദ നമ്പേഴ്സ്? 6ൻ്റെ അടുത്തടുത്ത 2 ഗുണിതങ്ങളുടെ ഗുണനഫലം 720 ആണ്. സംഖ്യകളേത്? ദ പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് ഒന്ന് X ആയിട്ടും മറ്റൊന്ന് X പ്ലസ് 6ഉമായിട്ടാണ്. ഓക്കെ, അപ്പോൾ X ഇൻറ്റു X പ്ലസ് 6 എന്ന് പറയുന്നത് 720 ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കുക. X ഇൻറ്റു X സ്ക്വയർ പ്ലസ് RX സമം 720 എന്ന ഫോമിൽ വരും. ഇനി നമ്മൾ കംപ്ലീറ്റിംഗ് സ്ക്വയർ ചെയ്യുക. അപ്പോൾ X സ്ക്വയർ പ്ലസ് RX, 6ൻ്റെ പകുതി 3, 3ൻ്റെ സ്ക്വയർ 9, ഇപ്പുറം 729 ഇങ്ങനെ വരും. ദാറ്റ് ഈസ് X പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 729 എന്ന് പറയുമ്പോൾ എന്താണ്? 27ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ 2 സൈഡിൽ നമ്മൾ പോകുമ്പോൾ X പ്ലസ് 3 സമം എന്ത് കിട്ടി? 27 കിട്ടി. Xൻ്റെ വില 27 മൈനസ് 3, X ഈസ് ഈക്വൽ ടു 24. X 24 ആണെങ്കിൽ X പ്ലസ് 6 സമം എന്താണ്? 30 ആണ്.
എക്സ് 24 ആണെങ്കിൽ എക്സ് പ്ലസ് 6 സമം 30 ആണ്. എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് എന്ന് ചോദിച്ചാൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരാൻ ചാൻസ്. നിങ്ങൾ പറയേണ്ടത് ഏറ്റവും കൂടുതൽ ഇവിടെ വരാൻ ചാൻസ് എന്ന് പറയുമ്പോൾ ഇത് സെക്ഷൻ സിയിൽ ഉണ്ടാവാം. സെക്ഷൻ സിയിൽ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പോകുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഇതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏത് ചാപ്റ്റർ? കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് ഇങ്ങനെയുള്ളൊരു ചോദ്യം. ഇവിടെ 2, 4 ഇവിടെ 6, 9 വന്നു. നിങ്ങളുടെ ബിയും ഡിയും കണ്ടെത്താൻ പറയുന്നു. ബിയും ഡിയും ആണ് നിങ്ങളോട് കാണാൻ പറയുമ്പോൾ ബി എന്ന് പറയുന്ന മക്കളെ നോക്കിക്കോ. ബി എന്നതിൻ്റെ എക്സ് എടുക്കാൻ നിങ്ങൾ മേലോട്ടോ താഴോട്ടോ നോക്കുക. മേലോട്ട് തന്നിട്ടുണ്ടെങ്കിൽ മേലെ നിന്ന് എടുക്കുക, താഴെയാണ് തന്നതെങ്കിൽ താഴെ എടുക്കുക, താഴെ തന്നെ എക്സ് എടുക്കുക. അപ്പോൾ മോള് തന്നിട്ടുണ്ട്, അപ്പോൾ 6. ഓക്കെ, എക്സ് ഏതാ? 6 ആണ്. ഇനി നിങ്ങൾ നോക്കേണ്ടത് എന്താ? വൈ ആണ്. വൈ എന്ന് പറയുമ്പോൾ നമ്മൾ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാം. ഇടത് സൈഡിലാണോ തന്ന്, വലത് സൈഡിലാണോ തന്ന്? നമ്മുടെ ഇപ്പോൾ ഇടത് സൈഡിൽ തന്നിട്ടുണ്ട്, അതിൻ്റെ വൈ എടുക്കുക 4. സോ ആൻസർ എന്താണ്? 6, 4 എന്ന് വരും. ഇനി നിങ്ങൾ ഡി നോക്കും മക്കളെ. ഡി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ഡി എന്ന് പറയുമ്പോൾ എക്സ് എന്ന് പറയുന്നത് 2 എടുക്കുക, എക്സ് 2 എടുക്കുക. അതേപോലെ വൈ എന്ന് പറയുന്നത് എന്തെടുക്കുക? 9 എടുക്കുക, വലത് ഭാഗത്ത് എടുക്കുക. അപ്പോൾ 2, 9, 6, 9. അപ്പോൾ ആൻസർ കിട്ടി. എത്ര മാർക്കിൻ്റെ ചോദ്യം? 2 മാർക്കിൻ്റെ ചോദ്യം. 2 മാർക്കിനോ അല്ലെങ്കിൽ നമ്മുടെ 1 മാർക്കിൻ്റെ ഫസ്റ്റ് സെക്ഷനിലോ നിങ്ങൾക്ക് കാണാം. ചിലപ്പോൾ ഇത് കണക്ട് ചെയ്തുകൊണ്ട് ഇതാ ഇതിൻ്റെയൊക്കെ സൈഡിൻ്റെ ലെങ്ത്തൊക്കെ ചോദിച്ചുകൊണ്ട് ചോദ്യം വരാം. അപ്പോൾ 1, 3 ചോദ്യത്തിൻ്റെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്കൊക്കെ കയറി വരാം. ഓക്കെ, അടുത്തത് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. എ ലൈൻ ജോയിനിങ് ബൈ ദ പോയിന്റ്സ് 2, 1 and 4, 4. A question, find the slope. B question, write the equation of the straight line. C question, find the point which cut the x-axis. 2, 1, 4, 4 ഒരു വരയിലെ 2 ബിന്ദുക്കളാണ്. വരയുടെ ചരിവെന്ത്? വരയുടെ സമവാക്യം എഴുതുക. ഈ വര എക്സ് അക്ഷത്തെ മുറിച്ചു കടക്കുന്ന ബിന്ദുവിൻ്റെ സൂചക സംഖ്യ എന്ത്? അപ്പോൾ എ ലൈൻ ജോയിനിങ് ബൈ ദ പോയിന്റ്സ് 2, 1 and 4, 4. ഫൈൻഡ് ദ സ്ലോപ്പ്. സ്ലോപ്പ് കാണാൻ m ഈസ് ഈക്വൽ ടു നമ്മൾ ഇങ്ങനെ എടുക്കുക, 4 - 2 ഡിവൈഡഡ് ബൈ 4 - 1 ഡിവൈഡഡ് ബൈ 4 - 2, ദാറ്റ് ഈസ് 3/2. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താ വരിക? y - y1 ഈസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് - x1 എന്ന് വരും. ദാറ്റ് ഈസ് y - 1 y1. m എന്ന് പറയുന്നത് 3/2, x - 2 എന്ന് വരും. 2നെ ഇങ്ങോട്ട് എടുത്താൽ 2 ഇൻറ്റു y - 1 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു എക്സ് - 2. 2y - 2 ഈസ് ഈക്വൽ ടു 3x - 6. അറേഞ്ച് ചെയ്ത് എഴുതിയാൽ 2y - 3x - 2 plus 6 is equal to 0. That is 2y - 3x plus 4 is equal to 0. ഇതാണ് ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. ഇനി നമ്മളോട് എക്സ് അക്ഷത്തെ മുറിക്കാൻ പറയുമ്പോൾ y 0 ആയിരിക്കും. എക്സ് ആക്സിനെ കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ y എന്തായിരിക്കും? 0 ആയിരിക്കും. y 0 ആണെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ എന്താണ്? y 0 ആണെങ്കിൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ y 0 ആണെങ്കിൽ എക്സ് കാണാൻ ഇവിടെ നമ്മൾ 2 ഇൻറ്റു 0 മൈനസ് 3x പ്ലസ് 4 ഈസ് ഈക്വൽ ടു 0. ഇത് ക്യാൻസൽ ചെയ്താൽ -3x ഈക്വൽ ടു -4 എന്നാവും. എക്സിൻ്റെ വില -4/-3, ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3. സോ ആൻസർ വരിക 4/3 0 എന്ന് പറയുന്ന പോയിന്റാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ എന്തായാലും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന സാധനം നാളത്തെ 2026 മോഡൽ എക്സാമിന് നിങ്ങൾ കാണും. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 100% ഉറപ്പ്, 100% ഉറപ്പുള്ള ചോദ്യം. അടുത്തത് അതേപോലെ തന്നെ എന്തായാലും നാളത്തെ 2026 മോഡൽ SSLCയിൽ എന്തായാലും വരുന്ന ചോദ്യം ഇതാണ്. സെൻട്രൽ ആംഗിൾ x/360 ഈസ് ഈക്വൽ ടു r/l ക്വസ്റ്റ്യൻ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണും. Okay, a cone is made by rolling a sector of central angle 216 and radius 20 cm. Find slant height. Slant height കാണാൻ പറഞ്ഞാൽ ക്യാപിറ്റൽ R is equal to L ആണ്. അപ്പോൾ 20 തന്നെ കിട്ടും. A question answer ആയി. B question base radius ആണ്. ബേസ് റേഡിയസ് കാണാൻ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് x/360 is equal to r/l എന്നുള്ളതാണ്. അപ്പോൾ 216/360 സമം r/20 എന്ന് കിട്ടും. ഓക്കെ, r/20 എന്ന് കിട്ടും. r/20 ആണെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്തായടാ? 216 ഇൻറ്റു 20/360 ദാറ്റ് ഈസ് ഈക്വൽ ടു r. ഇതും ക്യാൻസൽ ചെയ്ത് ഇതിനെ 36 216 6 6 2 12. സോ r ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 12 എന്ന് കിട്ടി അല്ലേ? r ഈസ് ഈക്വൽ ടു 12 എന്നല്ലേ കിട്ടുക? 10 20 2 6 2 12 എന്ന് കിട്ടും. r ഈസ് ഈക്വൽ ടു 12. ഇനി അടുത്ത എന്താ? ഉയരം കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ h² ഈസ് ഈക്വൽ ടു L² മൈനസ് r². 20² മൈനസ് 12². 20ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്?
400 12ന്റെ സ്ക്വയർ എത്രയാണ് 144 256. അപ്പോൾ h = എത്ര 16 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം എന്താ? അതിൻ്റെ വ്യാപ്തമാണ്. v = 1/3 എന്ത് കിട്ടും? π × r² × h. ദാറ്റ് ഈസ് 1/3 × π × 12 × 12 × h എന്ന് പറയുന്നത് ഉയരം എത്രയാടാ? ഉയരം എത്രയാണ്? ഉയരം നമുക്ക് കിട്ടിയത് 16 ആണ്. കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടി? 4. 12 4 48 × 16 768 π cm³ എന്ന് കിട്ടി. ഓക്കെ, ഇതെത്ര മാർക്കിൻ്റെ ചോദ്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് എന്തായാലും ചോദിക്കുന്ന 4 മാർക്കിൻ്റെ മറ്റൊരു ചോദ്യം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്തുനിന്നാണ്. 4 മാർക്ക് ഉറപ്പാണ്. ചോദ്യം നിങ്ങൾ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ SSLC മോഡൽ എക്സാം 2026ൻ്റെ സെക്ഷൻ സിയിൽ നിങ്ങൾ ഈ ചോദ്യം കണ്ടിരിക്കും. ഓക്കെ, ഫൈൻഡ് ദ മീഡിയൻ മാർക്ക്. മധ്യമ മാർക്ക് എത്ര? മാർക്ക് 0 to 10 4. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ ബിലോ എന്നുള്ള സാധനം ആദ്യം എഴുതുക. ഓക്കെ, ബിലോ 10 10ൽ താഴെ, അങ്ങനെയാണ് നമ്മൾ എഴുതി വരേണ്ടത്. ബിലോ എത്ര? ബിലോ 20 10ൽ താഴെ 20ൽ താഴെ. ബിലോ 30, ബിലോ 40, ബിലോ 50 അങ്ങനെ എഴുതുക. എന്നിട്ട് മറ്റേ കള്ളി എഴുതുക. 4 8 4 12 12 10 22 12 34 41. അപ്പോൾ മീഡിയൻ എത്രാമത്താണ് എന്ന് ചോദിച്ചാൽ, മധ്യമം എത്രാമത്തതാണ് എന്ന് ചോദിച്ചാൽ 41 + 1/2. ഓക്കെ, അപ്പോൾ 41 + 1/2 എന്ന് പറഞ്ഞാൽ 42/2 21 എന്ന് കിട്ടും. ഓക്കെ, 41 42 42/2 21. അപ്പോൾ 21 ഏത് കള്ളിയിലാണ് വരിക? അതാ ഈ കള്ളിയിലാണ് വരിക. ഈ കള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡി കാണണം. ഡി എന്ന് പറഞ്ഞാൽ 30 - 20/10 10/10 1 കിട്ടി. d/2 എന്ന് പറയുമ്പോൾ 0.5 കിട്ടി. ഓക്കെ, d/2 0.5 കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? d/2 0.5 കിട്ടിയാൽ മക്കളെ അടുത്ത നോക്കിക്കോ. അടുത്ത നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ 21 കാണാൻ, അല്ല 12 കഴിഞ്ഞ് 13 കാണാൻ 20നോട് 0.5 കൂട്ടിയാൽ മതി. ദാറ്റ് ഈസ് 20.5. നമുക്ക് കാണേണ്ടത് 21 ആണെങ്കിൽ x13 + 8d. ദാറ്റ് ഈസ് 20.5 + 8. ആൻസർ വരിക 28.5. 4 മാർക്കിൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് വരും. ഓക്കെ, അപ്പോൾ മക്കളെ ഈ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കാതെ നിങ്ങളെ പരീക്ഷയ്ക്ക് പോകരുത്. കാരണം പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. ഓക്കെ, പരീക്ഷയ്ക്ക് എന്തായാലും ചോദിച്ചിരിക്കും.